എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു ബനാന പേസ്ട്രിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കണം. വളരെ ഈസിയാണ്, നമുക്ക് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. എവിടെയെങ്കിലും കുട്ടികൾക്ക് സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ നമുക്കിത് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. ഹെൽത്തിയാണ്, നല്ലൊരു റെസിപ്പിയാണേ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഓവനിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പേസ്ട്രി എങ്ങനെയാണെന്നുള്ളതും അത് കാണിച്ചു തരാം, കണ്ടു നോക്കാം. ഞാനെയും കൊണ്ടാണേ ഞാനൊരു പേസ്ട്രി ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ക്രിസ്മസ് ടേബിളിലേക്കുള്ളതാണ്. അപ്പം എന്താ പറയേണ്ടത്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്താലേ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണേ, ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനത് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് മെൽറ്റാക്കി ഗനാഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പേസ്ട്രി ഷീറ്റും കൂടെ കാണിച്ചു തരാവേ. ഇതാണ് പപ്സിൻ്റെ പേസ്ട്രി എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബനാനയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണേ. നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഈ പേസ്ട്രി വെച്ചിട്ട്. നമ്മൾ പഴം ഇതുപോലെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാവേ. നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്നതിനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യണം. ഞാൻ ഇവിടെ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ ഭാഗം നമുക്ക് എടുത്ത് കളയണം. നമ്മൾ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഴം എടുത്ത് കളഞ്ഞ ആ ഹോളുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. എല്ലാ പഴവും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാവേ. ഇതുപോലെ നമ്മൾ എടുത്ത പഴമുണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് അതിൻ്റെ ഗ്യാപ്പിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളിതുപോലെ പേസ്ട്രി അങ്ങ് ഈ പഴത്തിൽ ചുറ്റിയെടുക്കണം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വൈറ്റ് സീഡ്സും കൂടി ഇടുന്നുണ്ട്. ബേക്ക് ചെയ്തെടുക്കാൻ പോവാണേ. പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ച് നിങ്ങളെ കാണിക്കാവേ. ക്രിസ്പിയാണേ. കട്ട് ചെയ്ത് കാണിക്കാവേ. ഈ ഒരു അടിപൊളി ഐറ്റം നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ ഉള്ളിൽ പഴവും ചോക്ലേറ്റും ഒക്കെ. ഇനി ഇത് ചോക്ലേറ്റ് സോസിലൊന്ന് ഡിപ്പ് ചെയ്യുന്നു, കഴിക്കുന്നു. സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. കഴിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. നല്ല പഴത്തിന് ബേക്ക് ചെയ്ത് കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് മധുരമൊക്കെ ഒന്ന് കൂടും.
നിങ്ങൾക്കിത് ചെറുപഴത്തിൽ നേന്ത്രപ്പഴത്തിലൊക്കെ ചെയ്യാം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.